ഒരു പെണ്ണ് നിന്റെ വർക്ക് കണ്ടിട്ടും നിന്റെ കഴിവ് കണ്ടിട്ടും നിന്റെ ആ തന്റെ ഇടം കണ്ടിട്ടും നിന്റെ ആത്മാർത്ഥത കണ്ടിട്ടും നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്ന അതെല്ലാം കണ്ടിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നീ പ്രാപ്തനാവുന്നത് എന്നാണോ അന്നാണ് നീ ആമ്പിളെ, അന്നാണ് നീ യഥാർത്ഥ ആൺകുട്ടി. അതല്ലാതെ നിന്റെ സമയവും സമ്പത്തും എല്ലാം ഒരു പെണ്ണിന് വേണ്ടി ചെലവാക്കിയിട്ട് അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു, അവളെ ബൈക്കിൽ കൊണ്ടുപോകുന്നു, ടൂറ് കൊണ്ടുപോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഓ, നിന്റെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ നീ തള്ളും ചെയ്യും. ആമ്പിള വർഗം പറയണത് 100% കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കരുത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. ഇവൻ ആരാണ്? ഇവൻ ആരെ കുട്ടിയാണ്? ഇവന്റെ ജീവിതം എങ്ങനെയാണ്? ഇവന് വാപ്പിയും ഉമ്മയുണ്ടോ? അച്ഛനും അമ്മയുണ്ടോ? ഇവൻ എന്ത് ചെയ്യുന്നു? ഇവന്റെ സമ്പത്ത് എങ്ങനെയാണ്? ഇവൻ എന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇവന് എന്നെയും എന്റെ മക്കളെയും എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെയും നോക്കാനുള്ള പ്രാപ്തി ഇവനുണ്ടോ എന്ന് നിങ്ങള് പെൺമക്കളെ നിങ്ങൾ ചിന്തിക്കണം. ഈ 99.9% നിൽക്കുന്ന ഈ വൈറ്റ് ഷർട്ടിന് അവിടെ പ്രാധാന്യമില്ല. ആ ബ്ലാക്ക് പുള്ളിക്ക് അവിടെ പ്രാധാന്യമുള്ളൂ. അതുപോലെയാണ് റീമാർക്ക് വന്നു കഴിഞ്ഞാൽ മരണം വരെ റിട്ടേൺ അടിച്ചിട്ടേയിരിക്കും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ലൈഫ് നമ്മുടേതാണ്, ജീവിതം നമ്മുടേതാണ്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് വിട്ടുകൊടുക്കുക. ജോലിക്ക് നിങ്ങൾ തെരഞ്ഞു പോകണം. ജോലി ഉണ്ടോ എന്ന് ചോദിച്ച് നിങ്ങൾ തേടി പോകണം. ജോലിയെ അന്വേഷിച്ചു പോകണം, ജോലിയെ കണ്ടെത്തണം. കാതൽ, പ്രേമം, അത് ഉന്നെ തേടി വരണം. ഒരു പെണ്ണ് നിന്റെ ആ ഒരു പവറും നിന്റെ സാമ്പത്തികവും നിന്റെ ആൻസും എല്ലാം കണ്ടിട്ട് നിന്റെ പിന്നാലെ പെണ്ണ് ചുറ്റി വരണം. കൊള്ളാലോ, ആള് സൂപ്പറാണല്ലോ, നല്ല സമ്പത്തുണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് നിന്നെ ചുറ്റി വരണം. അപ്പാടാ നീ പുരുഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ നേരെ തിരിച്ചാണ് അല്ലേ? പ്രേമിക്കാൻ നമ്മളൊരു പെണ്ണിനെ എങ്ങനെ അവളെ വളർത്തണം, അതിനുള്ള ഗവേഷണം നമ്മൾ മാക്സിമം നടത്തിക്കൊണ്ടിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയും ഓളൊന്ന് വളക്കണം. ഓളെ നമുക്ക് കിട്ടണം, എനിക്ക് അത്ര ഇഷ്ടം. ഓ എടി, നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറക്ക് വരില്ല, നീ ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ സ്വപ്നത്തിൽ കാണാണ്, അങ്ങട്ടാണ്, ആനയാണ്, ചേനയാണ്, തേങ്ങ പുണ്ണാക്കാണ്. അങ്ങനെ സംഗതിയല്ല. എന്നാൽ ബുദ്ധിയില്ല പെൺകുട്ടികളാണ് ഈ ചോദിക്കും, എല്ലാം ചോദിച്ചറിയും. നീ എന്താ ജോലി? നീ എന്ത് ചെയ്യുന്നു? നിന്റെ വരുമാനം എന്ത്? നിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നാൽ നാളെ എന്തെങ്കിലും തൊഴിലുറപ്പിനോ മറ്റോ എന്നെ നീ വിടുമോ? അങ്ങനത്തെ സിറ്റുവേഷൻ ആണോ? നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നോക്കും. നല്ല ബ്രെയിനിലെ കുട്ടികളാണെങ്കിൽ. അല്ലെങ്കിൽ അവന്റെ പഞ്ചാര വാക്കിൽ വീണിട്ട് പിന്നെ ഏതെങ്കിലും ഓടയിലോ ഏതെങ്കിലും പാറക്കോറിയിലോ അവൻ അഭയം പ്രാപിക്കുകയും ചെയ്യും അവൾ, അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാ. അതിനാണ് പറഞ്ഞത്, വേലയ്ക്ക് തേടി പോണം, കാതലും എന്നെ തേടി വരണം. നിങ്ങൾക്ക് അങ്ങനെ ആർക്കെല്ലാം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ജോലിക്ക് നിരന്തരം പോയി എനിക്ക് ജോലി വേണം, ബിസിനസ് ആയാലും ജോലി ആയാലും നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ നിങ്ങൾ സംതൃപ്തി അണയണം കിട്ടുന്ന ജോലിയിൽ. എന്നിട്ട് നിന്റെ ആത്മാർത്ഥതയും നിന്റെ ആ സമ്പത്തുണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനം കണ്ടിട്ട് ഒരു പെണ്ണ് നിന്നെ പ്രേമിക്കണം. നീ അങ്ങോട്ട് പ്രേമിക്കരുത്. ഒരു പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറയണടാ, അതാടാ ആൺകുട്ടികളെ കഴിവ്. അതുണ്ടാവാറില്ല അല്ലേ? ആൺകുട്ടികൾ അങ്ങോട്ടാണല്ലോ ഐ ലവ് യു അറിയില്ലേ ആദ്യം. അതാവരുത്. പുതിയ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ആവരുത്. ഒരു പെണ്ണ് നിന്റെ വർക്ക് കണ്ടിട്ടും നിന്റെ കഴിവ് കണ്ടിട്ടും നിന്റെ ആ തന്റെ ഇടം കണ്ടിട്ടും നിന്റെ ആത്മാർത്ഥത കണ്ടിട്ടും നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്ന അതെല്ലാം കണ്ടിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാൻ നീ പ്രാപ്തനാവുന്നത് എന്നാണോ അന്നാണ് നീ ആമ്പിളെ, അന്നാണ് നീ യഥാർത്ഥ ആൺകുട്ടി. അതല്ലാതെ നിന്റെ സമയവും സമ്പത്തും എല്ലാം ഒരു പെണ്ണിന് വേണ്ടി ചെലവാക്കിയിട്ട് അവളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു, അവളെ ബൈക്കിൽ കൊണ്ടുപോകുന്നു, ടൂറ് കൊണ്ടുപോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഓ, നിന്റെ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ നീ തള്ളും ചെയ്യും അല്ലേ? ഈ അടുത്ത് ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? പെണ്ണ് കറുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ആണിന് വേണ്ട, അവൾ ആത്മഹത്യ ചെയ്താ കുട്ടി. അങ്ങനെയൊക്കെ സംഭവിക്കും മക്കളെ. പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ പറയുന്ന ഈ ആമ്പിള വർഗം, ഞാനൊക്കെ ആമ്പിളയാണ്, അതുകൊണ്ട് തന്നെ പറയണത്, ആമ്പിള വർഗം പറയണത് 100% കണ്ണടച്ചുകൊണ്ട് വിശ്വസിക്കരുത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുക. ഇവൻ ആരാണ്? ഇവൻ ആരെ കുട്ടിയാണ്? ഇവന്റെ ജീവിതം എങ്ങനെയാണ്? ഇവന് വാപ്പിയും ഉമ്മയുണ്ടോ? അച്ഛനും അമ്മയുണ്ടോ? ഇവൻ എന്ത് ചെയ്യുന്നു? ഇവന്റെ സമ്പത്ത് എങ്ങനെയാണ്? ഇവൻ എന്നെ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ഇവന് എന്നെയും എന്റെ മക്കളെയും എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെയും നോക്കാനുള്ള പ്രാപ്തി ഇവനുണ്ടോ എന്ന് നിങ്ങൾ
പെൺമക്കളെ നിങ്ങൾ ചിന്തിക്കണം. പഞ്ചാര വാക്കിൽ, ആൺകുട്ടികളെ പഞ്ചാര വാക്കിൽ നിങ്ങൾ വീഴരുത്. നിങ്ങളുടെ ലൈഫ് അതൊന്നേ ഉള്ളൂ. പെൺകുട്ടികളുടെ ശരീരം എന്നുള്ളത് ഈ കോഴിമുട്ട പോലെയാണ്. കാണാൻ നല്ല ഭംഗിയാ. കോഴിമുട്ട കാണുമ്പോൾ എന്താ ഭംഗി, എന്നാൽ അത് താഴെ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അത് ജോയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾക്കൊണ്ട് കഴിയില്ല. അതേ ആകൃതിയിലായി കിട്ടൂല. അതുപോലെയാണ് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും അങ്ങനെയാണോ. കാരണം നിങ്ങളുടെ സ്വന്തം ഭർത്താവിനെ അല്ലാതെ ഞാൻ സ്നേഹിക്കില്ല എന്നുള്ളത് നിങ്ങൾ ആ തീരുമാനം എടുക്കാൻ തയ്യാറാവണം. ഓരോ പെൺകുട്ടികളും ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ, ഞാൻ പ്രണയിക്കുകയാണെങ്കിൽ, ഞാൻ എന്റെ ഭാര്യയെ മാത്രമേ പ്രണയിക്കൂ എന്നുള്ളത്, അല്ലെങ്കിൽ ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ 100% അവളെ എനിക്ക് ഭാര്യയാകുമെന്ന് ഉറപ്പുള്ള പെണ്ണിനെ ഞാൻ പ്രണയിക്കൂ എന്നുള്ളത് ഓരോ ആൺകുട്ടികളും തീരുമാനം എടുക്കുക. അങ്ങനെ എടുത്ത് എന്ത് സന്തോഷമായിരിക്കും ജീവിതം. ഇപ്പൊ അതൊന്നും അല്ലല്ലോ അല്ലെ. ഇപ്പൊ എന്തൊക്കെയോ പല പല പേരിലാണ് പ്രണയങ്ങള്. സന്തോഷമായിട്ട് ജീവിക്കണം. ചീത്തപ്പേരുണ്ടാക്കി കഴിഞ്ഞാൽ അത് കിട്ടൂല. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും ചീത്തപ്പേര് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് അവിടെ റീമാർക്ക് തന്നെയാ. ഈ കാണുന്ന വൈറ്റ് ഷർട്ടില്ലേ, നോക്കൂ, നിങ്ങളെ കാഴ്ചയിൽ ഇത് വൈറ്റ് ഷർട്ടല്ലേ, ഇവിടെ മാത്രം ഒരു കറുത്ത പുള്ളിണ്ടെങ്കിൽ നിങ്ങളെ കണ്ണിൽ ആ കറുത്ത പുള്ളിയെ കാണുള്ളൂ. ആണോ അല്ലേ? സുബൈർ ബാപ്പു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ അത് കമന്റിൽ നിങ്ങൾ പറഞ്ഞോളൂ, തിരുത്താം. ഞാൻ തിരുത്താനും തയ്യാറാണ്, സോറി പറയാനും തയ്യാറാണ്. ഈ വൈറ്റ് ഷർട്ടില് ഇവിടെ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് പുള്ളി, ഒരു കുത്തുണ്ടായി കഴിഞ്ഞാൽ ഈ വൈറ്റ് നിങ്ങൾ അവിടെ മറക്കും. സുബൈർ ബാപ്പുവിന്റെ ഷർട്ടിൽ ഒരു കറുത്ത പുള്ളി, എന്താ അവിടെ അങ്ങനെ കറുത്ത പുള്ളി? ആദ്യം നിങ്ങൾ ചോദിക്കുള്ളൂ. അത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. എന്തേ ഈ 99.9% നിൽക്കുന്ന ഈ വൈറ്റ് ഷർട്ടിന് അവിടെ പ്രാധാന്യമില്ല. ആ ബ്ലാക്ക് പുള്ളിക്ക് അവിടെ പ്രാധാന്യമുള്ളൂ. അതുപോലെയാണ് റീമാർക്ക് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ പൊളിച്ച് തേക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ അടിക്കൂല, അതേപോലെ റിട്ടേൺ അടിച്ചിട്ടേ ഇരിക്കും. മരണം വരെ റിട്ടേൺ അടിച്ചിട്ടേ ഇരിക്കും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ലൈഫ് നമ്മുടേതാണ്, ജീവിതം നമ്മുടേതാണ്. എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. മറ്റുള്ളവർക്ക് നമ്മുടെ ലൈഫ് വിട്ടുകൊടുക്കരുത്. നമ്മുടെ ലൈഫ് ആണിന്റേതായാലും പെണ്ണിന്റേതായാലും വിട്ടുകൊടുക്കരുത്. മനസ്സിലുണ്ടോ? ഇപ്പൊ എന്റെ ഒരു കുട്ടിക്കാലം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ഈ പ്രണയം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ വരുന്നത്. ഈ ശൈശവം, കൗമാരം, യൗവനം, ഇതൊക്കെ നമുക്ക് ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്റെ ഏജിലുള്ള ആൾക്കാരൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈശവം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മള് വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാവിലെ കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, ഉച്ചയും കഴിഞ്ഞു, അസറും കഴിഞ്ഞു, മഗ്രിബിലേക്ക് പോവാണ്. സായം സന്ധ്യയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ പലതും ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത്, എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. അന്ന് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് എന്റെ പ്രായക്കാരനല്ല. എനിക്ക് അന്ന് 18 വയസ്സാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 40 വയസ്സുണ്ടാവും.